വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടൊയോട്ട ലാൻഡ് ക്രൂസർ J200ൻ്റെ ഏറ്റവും പുതിയ വേർഷൻ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റഡ് വേർഷനാണ്. സോ ഇത് ആദ്യം ലോഞ്ച് ചെയ്തത് ജപ്പാനിൽ ഇൻ ഓഗസ്റ്റ് 2015 ആണ്. ആൻഡ് പിന്നെ ഗ്രാജ്വലി ഗ്ലോബലി അത് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയി. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ ഈ പുതിയ വേർഷൻ, അതായത് J200ൻ്റെ ഫേസ് ലിഫ്റ്റഡ് വേർഷനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി ടൊയോട്ട ലാൻഡ് ക്രൂസറിനെ കുറിച്ച് അറിയാം. ദാറ്റ് ഈസ് ടൊയോട്ടയുടെ ഏറ്റവും സക്സസ്ഫുൾ ആൻഡ് ലോങ്ങസ്റ്റ് റണ്ണിങ് സീരീസ് ആണ് ലാൻഡ് ക്രൂസർ. ഇൻഫാക്ട് 1951 ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫോമിൽ ഇത് ഇറങ്ങുന്നത്. ആൻഡ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ജാപ്പനീസ് ആർമി ടൊയോട്ട കമ്പനീനോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ഒരു കംപ്ലീറ്റ് ഓഫ് റോഡിങ് സ്ഥലത്ത് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള വെതർ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം നിർമ്മിക്കാൻ റിക്വസ്റ്റ് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് ഇവർ ആദ്യത്തെ ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. ആൻഡ് അന്ന് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫോർമാറ്റിലേ ആയിരുന്നില്ല ആ വാഹനം. കുറച്ചും കൂടി ഒരു ജീപ്പുമായിട്ട് സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു മോഡലായിരുന്നു. സോ അന്ന് മുതൽ ഇന്ന് വരെ ഒത്തിരി മോഡൽസും സീരീസും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നത്. ദാറ്റ് ഇസ് J45, 50, 80 അങ്ങനെ അവസാനം ഇപ്പോൾ J200ൽ വന്ന് നിൽക്കുകയാണ്. ആൻഡ് ഇതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ടൊയോട്ട അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ റിയലൈസ് ചെയ്തു ജനങ്ങൾക്ക് SUV-നോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിമാൻഡ് ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റബിലിറ്റി. സോ ആദ്യകാലത്ത് ടെറൈൻ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ വീണ്ടും അതിന് ശേഷം കംഫർട്ടിനായിരുന്നു ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതായത് ഒരു 8 ആൾക്കാർക്ക് വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പറഞ്ഞ ടഫ് ടെറൈൻസിലും പോകാൻ പറ്റുന്ന ഒരു വാഹനം എന്ന രീതിയിലാണ് പിന്നീട് ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നത്. സോ ദിസ് ഈസ് ദ J200ൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ. സോ ഇത് ഇപ്പോൾ ഓൺ ചെയ്യുന്നത് വളരെ പോപ്പുലറായ മിഡിൽ ഈസ്റ്റിലും കേരളത്തിലും വളരെ പോപ്പുലറായ ദുബായ് ഗോൾഡിൻ്റെ ചെയർമാനായ മുഹമ്മദ് അലി സാറാണ് ഇപ്പോൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന് തന്നെയാണ് കേരളത്തിൽ ഫസ്റ്റ് വെഹിക്കിൾ ഡെലിവറും ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കമ്മിങ് ടു ദി എക്സ്റ്റീരിയർ, ആദ്യം തന്നെ ലാൻഡ് ക്രൂസർ പണ്ട് മുതലേ ഉള്ള വേരിയൻസ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് പ്രസൻസ് കൊടുക്കുന്ന ഒരു വാഹനമാണ്. സോ ഈ ഫേസ് ലിഫ്റ്റഡ് വേർഷനിലും അത് തന്നെയാണ് ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ബോണറ്റിൽ നമുക്ക് 2 എവിഡൻറ്റ് ലൈൻസ് കാണാൻ കഴിയും, വിച്ച് മേക്സ് ഇറ്റ് ലുക്ക് വെരി മസ്കുലർ. അതുകൂടാതെ ഗ്രില്ലിലും ഒത്തിരി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മെയിൻലി ഇത് 3 ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് ആണ്. അതിൻ്റെ ടോപ്പിലും ബോട്ടമിലും ചെറിയ ഒരു ക്രോം എലമെൻറ്റും വന്നിട്ടുണ്ട്. ആൻഡ് ആഡ് ഓൺ ആയിട്ട് അതിൻ്റെ ഫുൾ ബോർഡർ, ആ ഫുൾ യൂണിറ്റിൻ്റെ ബോർഡറിൽ വളരെ തിക്കായിട്ടുള്ള ഒരു ക്രോം എലമെൻറ്റും വന്നിട്ടുണ്ട്. ആൻഡ് അഡീഷണലി ഹെഡ്ലൈറ്റിലേക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ ക്രോം എലമെൻറ്റും വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലും മേളത്തെ പ്രൊജക്ടർ HID ലൈറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലും ഒരു തിക്ക് ക്രോം എലമെൻറ്റും വന്നിട്ടുണ്ട്. സോ ഓവറോൾ ആ സൈസ് മാത്രമല്ല, ഇത്രയ്ക്ക് ക്രോം ഉള്ളതുകൊണ്ട് ആ ഒരു റിച്ച്നെസ് അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ഫീലും നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ആൻഡ് അഡീഷണലി താഴത്തേക്ക് വരുമ്പോഴും ഫ്രണ്ട് ബമ്പർ ഒരു ആക്സസറി എന്നൊരു ആഡ് ഓൺ എന്ന രീതിയിൽ ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ട് അവിടെയും ക്രോം സ്ട്രിപ്പ് ഉള്ള ഒരു ബമ്പറാണ് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ആ ബമ്പർ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിൻ്റെ റിയൽ സൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്നാണ്. അതായത് ഇതിൻ്റെ ഹൈറ്റ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും ഏറ്റവും എവിഡൻ്റ് ആവുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് നോക്കുമ്പോഴാണ്. ആൻഡ് ഇൻ ടേംസ് ഓഫ് ക്രോം എലമെൻറ്റ്, അതും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഓൾറെഡി നമ്മൾ ഫ്രണ്ടിൽ കണ്ടു ദർ ഇസ് ലോട്ട് ഓഫ് ക്രോം ഇൻ ഇറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഡോറിൻ്റെ താഴെയുള്ള ബീഡിങ്ങിൽ ദർ ഇസ് ക്രോം. അതേപോലെ ഔട്ട്സൈഡ് റിയർവ്യൂ മിററിൽ വിച്ച് ഇസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, അവിടെയും നല്ലൊരു രീതിയിൽ ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അഡീഷണലി ഇവരൊരു കസ്റ്റമൈസേഷൻ എന്ന രീതിയിൽ, ഒരു ആഡ് ഓൺ എന്ന രീതിയിൽ റൂഫ് റെയിൽസും ഒരു ആക്സസറി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിലും ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് അഗൈൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു എലമെൻറ്റാണ് സൈഡിലെ ക്ലാഡിങ്. അതിലും ഈ പറഞ്ഞ ക്രോം എലമെൻറ്റോട് ചേർത്ത ഒരു ക്ലാഡിംഗ് ആണ് ഇവരിതിൽ ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ കണ്ട ആ ഒരു എമൗണ്ട് ഓഫ് ക്രോം തന്നെ നമുക്ക് സൈഡിലും ഫീൽ ചെയ്യും. സോ ഓവറോൾ ആ ഒരു റിച്ച്നെസ് അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് നല്ല രീതിയിൽ തോന്നും. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ വീൽസ്, 18-inch അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വീൽ ആർച്ചസും ഒരു ബോക്സി ടൈപ്പ് സ്ക്വയറിഷ് ആയിട്ടുള്ള വീൽ ആർച്ചസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ ഈ കഴിഞ്ഞ പ്രീവിയസ് വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫേസ് ലിഫ്റ്റിൽ മിനിമൽ ചേഞ്ചസേ ഉള്ളൂ. ആൻഡ് ബി പില്ലേഴ്സ് ഒക്കെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്.
ആൻഡ് അഗൈൻ ഒരു ആഡ് ഓൺ ഫീച്ചറായിട്ട് ഇവർ സൈഡ് സ്റ്റെപ്പറും കസ്റ്റമൈസ്ഡ് സൈഡ് സ്റ്റെപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് കുറച്ച് LED ലൈറ്റ്സും ഉണ്ട്. സോ രാത്രി എൻട്രി പോയിന്റിൽ കുറച്ചും കൂടെ വിസിബിലിറ്റി കൂട്ടുന്ന രീതിയിലുള്ള സൈഡ് സ്റ്റെപ്പറാണ് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ കമ്മിങ് ടു ദ റിയർ പ്രൊഫൈൽ, ഈ ഒരു ഏരിയ ആക്ച്വലി വളരെ നീറ്റായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വളരെ മിനിമലിസ്റ്റ് രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ദർ ഇസ് നത്തിങ്, ആബ്സൊല്യൂട്ട്ലി നോ എലമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി വളരെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. സോ റൈറ്റ് ഓൺ ദ ടോപ്പ് നമുക്കൊരു സ്പോയിലർ ഉണ്ട്. അതിന് തൊട്ട് താഴെ ഇൻസൈഡിലായിട്ട് ഒരു ഹൈ മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന എലമെൻറ്റ് ആകെ ആക്ച്വലി ടെയിൽ ലാമ്പേ ഉള്ളൂ. ഈ എല്ലാ ഏരിയയും വളരെ നീറ്റ്ലി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെയിൽ ലാമ്പും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മൂത്ത് ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യാം വിത്ത് LED ലൈറ്റ്സ് ഇൻസൈഡ്. അതേപോലെ നമ്മൾ ക്രോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിരുന്നു ഹെഡ്ലൈറ്റിൻ്റെയും ആ ഒരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സിൻ്റെ ഇടയിലൂടെ ഒരു ക്രോം എലമെൻറ്റ് സ്ട്രിപ്പ് പാസ് ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വന്നപ്പോഴത്തേക്കും അത് ഈ ഫുൾ ടെയിൽ ലൈറ്റ് യൂണിറ്റിൻ്റെ താഴെയാണ് ആ ക്രോം എലമെൻറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ടു എക്സ്ട്രീം സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓൾ ദ വേ അപ് ടു മറ്റേ സൈഡ് വരെ ഫുൾ ക്രോം പോകുന്നുണ്ട്. ആൻഡ് സെൻറ്ററിൽ വരുമ്പം അതിൻ്റെ വീതി കൂടിയിട്ട് ലാൻഡ് ക്രൂസർ ബാഡ്ജിങ്ങും അതിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനും നല്ലൊരു പ്രോമിനൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് താഴത്തേക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പ്രൊവിഷനുള്ള ഏരിയന് ചുറ്റും അഗൈൻ ആ ഒരു ക്രോം എലമെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഓവറോൾ ഈ വാഹനത്തിൻ്റെ എല്ലാ സൈഡിലും ഒരു സ്ട്രോങ് പ്രസൻസ് ഓഫ് ക്രോം നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ ഒരു റിച്ച്നെസ് നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഫുട്ടർ വരുന്നുണ്ട്, വിച്ച് ഇസ് അഗൈൻ ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ബമ്പർ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ബാക്ക് ബമ്പറും ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്.